മങ്കേഷ്കറിന്റെ പാട്ട് ഇഷ്ടപ്പെടാത്തവരുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഒരു തവണയെങ്കിലും ലതാജിയുടെ പാട്ട് പാടാത്തവരും കുറവായിരിക്കും. എറണാകുളം ചെറായി ബീച്ചിനടുത്ത് കദളി ചെങ്കദളി എന്ന പേരിൽ ഒരു ബാർബർ ഷോപ്പുണ്ട്. വ്യത്യസ്തമായി പേര് കണ്ട് കടയിൽ കയറിയാൽ ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കറിന്റെ ചിത്രങ്ങളാണ് ഭിത്തികളിൽ നിറയുള്ളത്. ലതാ മങ്കേഷ്കറിന്റെ ഓർമ്മകൾ നിറഞ്ഞ ഈ കടയുടെ ഉടമ ജോയ് അറക്കലിനെയും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെയും പരിചയപ്പെടാം. ഞാൻ ഈ ഹിന്ദിനെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർ മരിച്ചപ്പോൾ എനിക്ക് കൂടുതൽ വളരെയധികം എനിക്ക് വിഷമം ഉണ്ടായെന്നുണ്ടെങ്കിൽ അവരുടെ ഒരേ പാട്ടുകളായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക്. ഞാൻ പാട്ട് പാടില്ലെങ്കിലും എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ പാട്ടുകൾ ഭയങ്കര ആരാധിക്കുന്ന ഒരാളായി. പ്രത്യേകിച്ച് ഹിന്ദി, ഇംഗ്ലീഷ് ഇത് രണ്ടും. ഞാൻ അങ്ങനെ എല്ലാ സെറ്റപ്പിലും വന്നിരിക്കുമ്പോഴാണ് ഈ ലതാ മങ്കേഷ്കർ മരിക്കുന്നത്. അങ്ങനെയാണ് ഈ ലതയുടെ പേര് കൊണ്ടുവരാൻ വേണ്ടി ഞാനിതിലേക്ക് നോക്കിയത്. അങ്ങനെ ലതയുടെ പേര് കൊണ്ടുവരാൻ ഞാൻ അവിടെ പല ആൾക്കാരുടെ അന്വേഷിച്ചപ്പോൾ ഇത് ലേഡീസിൻ്റെ ഒരു ഇതാണല്ലോ പേര് വരുന്നത്, അവരുടെ ഫോട്ടോസൊക്കെ വന്നു കഴിഞ്ഞാൽ ജെൻസ് കയറാൻ വഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു പേരിലേക്ക് ഈ പാട്ടിനോട് വന്നിട്ട് നമ്മുടെ മലയാളികൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു പാട്ട് അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഈ കദളി ചെങ്കദളി എന്നുള്ളൊരു പാട്ടിൻ്റെ വരികൾ അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ആ പേര് ഞാൻ ഈ കടയ്ക്ക് ആയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. കദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂത്താര. എനിക്ക് അവരുടെ വളരെ സ്വീറ്റായിട്ടുള്ള ഒരു സൗണ്ടാണ്. എനിക്ക് ഇപ്പോഴും ഇത്ര പ്രായമായെങ്കിലും അത്രയ്ക്ക് ആ സൗണ്ടിനെ ഓമിനിച്ച് കൊണ്ടു നടക്കുന്ന ഒരു ലേഡീനെ ഇത്ര വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റില്ല. നേരിട്ട് കാണാനായിട്ടുള്ള ഭാഗ്യം നമ്മൾ ഇതേവരെയായിട്ടും സംഭവിച്ചിട്ടില്ല. ടി വിയിൽ കാണുമെന്നല്ലാതെ കൂടുതൽ പിക്ചറുകളൊക്കെ കാണാൻ തുടങ്ങിയത് മരിച്ചതിന് ശേഷമാണ്. അവരെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വൈപ്പിങ്കരയിൽ മരിച്ചതിൻ്റെ ഒരു ഫ്ലക്സ് വെച്ചത് ഞാൻ മാത്രമുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ ആരും ഈ വൈപ്പിങ്കരയിൽ വെച്ചിട്ടില്ല. ആ ലതയുടെ ഫോട്ടോസ് മരിച്ചതിൻ്റെ അന്ന് ഇവിടെ വെച്ചപ്പോൾ പല ആൾക്കാരും എന്നെ കളിയാക്കി. കാരണം ഈ ഒരു പരിചയമില്ലാത്തൊരു ഏരിയയിൽ ലതയുടെ ഒരു ഫോട്ടോസ് കണ്ടപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു അപകർഷബോധം പോലെ തോന്നിയിട്ടുണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഫ്ലക്സ് അടിക്കാനായിട്ട് ഞാൻ ഇവിടുത്തെ ഫ്ലക്സ് കടകളിലൊക്കെ ചെന്ന് ഞാൻ അന്വേഷിച്ചിട്ട് ഇവർക്ക് ഹിന്ദിയിൽ ഉള്ള വേർഡ്സുകൾ അവർക്ക് അറിയില്ല. പക്ഷെ അറിയുന്ന ആൾക്കാർ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞത്. അത് അടിച്ചെടുക്കാൻ ഹിന്ദിയുടെ അതിൻ്റെ ഓരോ വേർഡ്സുകൾ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് 2 സ്ഥലത്ത് അന്വേഷിച്ചിട്ടാണ് ഒരു സ്ഥലത്ത് ശരിയാക്കി കിട്ടിയത് തന്നെ. മേരെ കോയി ഷിക്വാ तो नहीं शिकवाना नहीं शिकवाना नहीं शिकवाना